ഇന്നലെ വന്ന ഏറ്റവും സങ്കടകരമായ ക്ഷോഭജനകമായ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് എറണാകുളം ചേന്ദമംഗലത്തെ കൂട്ടക്കൊല. ചേന്ദമംഗലം കൂട്ടക്കൊലയിൽ പ്രതി ഋതു ജയൻ എന്ന ചെറുപ്പക്കാരൻ കുറ്റം സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജിതിൻ സഹോദരിയെക്കുറിച്ച് വളരെ മോശം പരാമർശം നടത്തിയതാണ് പ്രകോപന കാരണമെന്നാണ് ഋതു ജയൻ്റെ മൊഴി. ഋതു മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളെന്ന് പോലീസ്. ഋതു ജയനുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. ചേന്ദമംഗലത്തെ ഈ കൊലപാതകം നടന്ന വീടിന് മുന്നിൽ നിന്ന് വിഷ്ണു സുരേഷാണ് നമുക്കൊപ്പം ചേരുന്നത്. അതുപോലെ കേസിൻ്റെ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് കൊച്ചിയിലും ചേരും. അതുപോലെ പോലീസിൻ്റെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മോട് സംസാരിക്കാൻ അശ്വിൻ പാലാഴി കൂടി റെഡിയായിട്ടുണ്ട്. ആദ്യം ശ്രീകാന്തിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ഓൾ ദ ത്രീ. അപ്പോൾ വിഷ്ണു, യഥാർത്ഥത്തിൽ ഈ ഭീകരമായ കൊലപാതകം കുറച്ച് കൊല്ലങ്ങളായി ഇയാളൊരു പ്രശ്നക്കാരനായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആ വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് നാട്ടുകാരിൽ നിന്നൊക്കെ എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചു? ഈ കൊലപാതകത്തിൻ്റെ ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് എന്താണ്? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഒരു വർഷമായി ഈ കൊലപാതകം നടത്തിയ ഋതുവും അതോടൊപ്പം തന്നെ ഈ വേണുവിന്റെ വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഋതു അത്തരത്തിലുള്ള മൊഴിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ള ജിതിൻ തന്റെ സഹോദരിയോട് മോശമായ അല്ലെങ്കിൽ സഹോദരിയെക്കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തി. കുടുംബം അത്തരത്തിൽ തന്റെ സഹോദരിക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങളൊക്കെ നടത്തി. ഇതിൽ നിന്നുള്ള ഒരു പ്രകോപനമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നിലവിൽ ഋതു പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇന്നലെ 6 മണിയോട് ഈ കാണുന്ന വീട്ടിലേക്ക് എത്തി ഈ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയായിരുന്നു ആക്രമണം. ഇതാണ് നിലവിൽ കൊലപാതകം നടന്ന വീട്. ഇതിന് ഓപ്പോസിറ്റ് നേരെ എതിർവശത്തായി കാണുന്നതാണ് ഋതുവിന്റെ വീട്. അതായത് ഇവർ ഡയറക്റ്റ് ഓപ്പോസിറ്റ് താമസിക്കുന്ന ആളുകളാണ്. കുറെ നാളുകളായി ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വീട്ടിൽ നിലവിൽ CCTV അടക്കം സ്ഥാപിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ കുറ്റം പ്രതി സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് ആകട്ടെ ഇയാളുടെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഈ മുൻവൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇയാൾ ലഹരിക്ക് അടിമയാണ്. ലഹരി കേസിൽ 52 ദിവസത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് 2 ദിവസം മുമ്പാണ് ഋതു ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ 2 ദിവസത്തിൽ ചില തർക്കങ്ങളൊക്കെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ തർക്കത്തിൽ നിന്നാണ് ഈ കൊലപാതകം ഉണ്ടാകുകയും ഇവിടെ നിന്ന് ജിതിന്റെ വാഹനവും എടുത്ത് പുറത്തേക്ക് പോവുകയായിരുന്നു. തൊട്ടടുത്ത് വെച്ച് തന്നെ വടക്കേക്കര SI ഈ ഋതുവിനെ പിടികൂടി. ആ ഘട്ടത്തിൽ അയാൾക്ക് രക്ഷപ്പെടണമെന്നൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അയാൾ നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് വിവരിച്ചു. അപ്പോഴാണ് ഇതൊരു നടുക്കുന്ന കൊലപാതകത്തിന്റെ ഒരു കഥ പുറത്തേക്ക് വന്നത്. ഇത് അയൽവാസികൾ തമ്മിലുള്ള തർക്കമൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയൊരു ബ്രൂട്ടൽ കൊലപാതകത്തിലേക്ക്, ഒരു കൂട്ടക്കൊലയിലേക്കൊക്കെ പോകുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം. അങ്കമാലി കൂട്ടക്കൊലയ്ക്ക് ശേഷം കേരളം കേട്ടിട്ടുള്ള നടുക്കുന്ന ഒരു കൂട്ടക്കൊലയായി ഈ ചേന്ദമംഗലത്തെ ഈ കൊലപാതകം മാറുന്നുണ്ട്. ഇന്ന് ഇയാളെ ഇങ്ങോട്ടേക്ക് എത്തി തെളിവെടുപ്പടക്കം നടത്താനുള്ള സാധ്യത നിലവിലുണ്ട്. 2 കുട്ടികൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 കുട്ടികൾ ഈ വീട്ടിൽ, 6ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികൾ ഈ വീട്ടിലുള്ളപ്പോഴാണ് ഈ അതിക്രൂര കൊലപാതകം നടന്നത്. പക്ഷെ അവരെ ഋതു ഉപദ്രവിച്ചിരുന്നില്ല. ഈ മറ്റ് മുതിർന്ന ആളുകളെ മാത്രമാണ് ഉപദ്രവിച്ചത്. ജിതിനെയാണ് ആദ്യം അടിച്ചു വീഴ്ത്തിയത്. ജിതിനെ അടിച്ചു വീഴ്ത്തുന്നത് കണ്ട് മറ്റു കുടുംബാംഗങ്ങൾ എത്തിയപ്പോൾ അവരെയും അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഒരു ദാക്ഷിണ്യവുമില്ലാതെ തലക്കടിക്കുകയായിരുന്നു. കയ്യിലൊരു വെട്ടുകത്തി ഉണ്ടായിരുന്നു. വെട്ടുകത്തി ഉപയോഗിച്ച് കാലിലടക്കം ജിതിന്റെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസിൽ നിന്ന് വിവരം ലഭ്യമാകുന്നുണ്ട്. ഇനി ഇയാൾ കുറ്റം സംബന്ധിച്ച പശ്ചാത്തലത്തിൽ തെളിവുകൾ സമാഹരിക്കുക എന്നുള്ള മാത്രമാണ് പോലീസിനെ സംബന്ധിച്ചുള്ള അടുത്ത നടപടി. അത് കൃത്യമായി പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. SK. ഇനി കേസിൻ്റെ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് നമുക്ക് ഒപ്പം ചേരുന്നു. 3 പേരുടെ കൊലയാണ് ഇവിടെ ഉണ്ടായത്. ശ്രീകാന്ത്, ഈ കേസിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? ദാരുണമായ സംഭവം ഈ ചേന്ദമംഗലത്തെ ഒന്നാകെ തന്നെ ഇന്നലെ വിറപ്പിച്ച സംഭവം തന്നെയായിരുന്നു ഇത്. ഞാനിപ്പോൾ നിൽക്കുന്നത് താലൂക്ക് ആശുപത്രിയിലാണ്. പറവൂരിലുള്ള ഈ പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെല്ലാം തന്നെ നടക്കാൻ പോകുന്നത്. അതായത് ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇൻക്വസ്റ്റ് നടപടികളാണ്. 9 മണിയോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ നടക്കാൻ പോകുന്നത്. പോലീസ് സർജന്റെ നേതൃത്വത്തിൽ അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കേണ്ടത്. ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഋതു പ്രദേശവാസികൾക്കെല്ലാം ശല്യമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയിരുന്ന വ്യക്തിയാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതി ഋതുവിനെതിരെ സ്ത്രീകളെ ശല്യം ചെയ്തതിനടക്കം
കേസുകൾ നിലവിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മോഷണ കേസുണ്ട് ഇയാൾക്ക്. സംഭവ സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നിപ്പോൾ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഈ വീട്ടിലുണ്ടായിരുന്ന 4 പേരെയും ഈ പ്രതി അതിക്രൂരമായാണ് ആക്രമിക്കുകയുണ്ടായത്. വീടിന്റെ ഡൈനിങ് ഹാളിലായിരുന്നു ഈ ആളുകളെല്ലാം തന്നെ പരിക്കേറ്റ് കിടന്നത് എന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നു. പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് 3 പേരെ എത്തിച്ചു, പക്ഷേ മരണം സംഭവിച്ചു. ഒരാൾ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ, എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അപകടനില തരണം ചെയ്യും എന്നുള്ളതാണ് ഡോക്ടർമാരുടെ പ്രതീക്ഷ. ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത് 3 അത് 9 മണിയോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. ശേഷം ഇവിടെ പോസ്റ്റ്മോർട്ടത്തിനൊക്കെയുള്ള സൗകര്യം ഈ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ട്, മുൻപ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇതൊരു വലിയ ക്രൈം ആയതുകൊണ്ട് നേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിഷ്ണു പറഞ്ഞതുപോലെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ സമാന്തരമായി നടക്കും. ഇനി ഈ പ്രതിയെ കോടതിയിലേക്ക് കൈമാറേണ്ടതുണ്ട്. അതടക്കമുള്ള നടപടികൾ തുടർന്ന് ഇന്ന് തന്നെ സ്വീകരിക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം. SKN വിവരങ്ങൾ നൽകിയത്. 3 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന് അശ്വിൻ പാലാടി റിപ്പോർട്ട് ചെയ്യുന്നു. വിവരങ്ങളുമായി അശ്വിൻ ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഈ തെളിവെടുപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. നമ്മളും പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും പ്രധാനമായ 2 സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഒന്ന്, ഈ 3 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിന് ഉള്ളിൽ തന്നെ ഇവിടെ ആരംഭിക്കും. ഒപ്പം ഈ പ്രതി ഋതുവിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഋതുവിൻ്റെ വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങളും താലൂക്ക് ആശുപത്രിയിൽ നടക്കുക. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന് മുന്നേ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഒപ്പം ഈ കൃത്യം നടക്കുന്ന സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസിൻ്റെ പരിശോധനാ പരിധിയിലുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുക വൈദ്യപരിശോധനയിലൂടെ ആയിരിക്കും. അതുകൊണ്ട് രാവിലെ 10 മണിക്ക് മുന്നേ തന്നെ ഋതുവുമായുള്ള പോലീസ് സംഘം ഈ ആശുപത്രിയിലേക്ക് എത്തും. ഒരുപക്ഷെ വലിയ പ്രതിഷേധം പ്രതിക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളും നിലവിൽ അനിശ്ചിതത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ ഋതുവിനെതിരെ വലിയ ജനവികാരം വീട്ടിലും ആശുപത്രിയിലും അടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ കൊണ്ട് ആശുപത്രിയിലേക്കും വീട്ടിലേക്കും ഒക്കെ പോവുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിൻ്റെ സുരക്ഷയോടുകൂടിയായിരിക്കും പ്രതിയെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോവുക. ഇന്ന് തെളിവെടുപ്പിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമൊക്കെ പോലീസ് ഒന്നുകൂടി ആലോചിച്ച ശേഷം മാത്രമേ നടപ്പാക്കൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഋതുവിൻ്റെ വൈദ്യപരിശോധന, 9 മണിയോടുകൂടി 3 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കായിരിക്കും കൊണ്ടുപോവുക. അവിടെ നിന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വൈകുന്നേരം 4 മണിയോടുകൂടി 3 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. കുറേ അധികം ആൾക്കാരെ കൊലപ്പെടുത്താൻ കാരണക്കാരനായ ഒരു പക്ക കൊച്ചി ഗൂണ്ടയോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് പച്ച മാംസത്തിൽ നിങ്ങൾ ഈ ഇങ്ങനെ കത്തി വെച്ച് കുത്തി കയറ്റുകയും വാള് വെച്ച് വെട്ടുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് ചിരിച്ചു പറഞ്ഞു, ഞാൻ അങ്ങേപോലെ സാധാരണ മനുഷ്യനാണ്, എനിക്കും അങ്ങനെ ആൾക്കാരെ വെട്ടിക്കൊല്ലാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ അതിനു മുമ്പ് നല്ല ലഹരി ഉപയോഗിച്ച് എന്താണ് സംഭവിക്കുന്നത് അറിയാത്ത രീതിയിലാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് എന്നൊരിക്കൽ എന്നോട് പറഞ്ഞത് ഞാൻ ഓർമ്മിച്ചു പോകുന്നു. അപ്പോൾ ഇത്തരം MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് ഒഴുകുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ താഴ്വാരങ്ങളിലെ കഥ വളരെ വളരെ ദയനീയമാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ പലപ്പോഴും കേരളത്തിലെ ഒരുപാട് വിവാദങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോവുകയും മാധ്യമങ്ങളൊക്കെ ചിലപ്പോൾ ഇതിന് കാരണമാകുന്നുണ്ടെന്ന കാര്യം കൂടി ഞാൻ സമ്മതിക്കുന്നു. അതിന് പിന്നാലെ നമ്മൾ ഓടുന്ന സമയത്ത് നമ്മൾ ഇഷ്യൂ നമ്മൾ കാണുന്നില്ല. നമ്മൾ നോൺ ഇഷ്യൂ ഫോക്കസ് ചെയ്ത് സഞ്ചരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചെറുപ്പക്കാരന് തന്നെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് സംശയമുണ്ട്. അപ്പോൾ ഒരു വീട്ടിലെ 3 പേരെയാണ് ഇയാൾ നിർദ്ദയം അതിനീചമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേരള മനസ്സാക്ഷി നടുങ്ങുകയാണ്. അതിനിടെ ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, വേറെ വാർത്തയൊന്നുമില്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായാലുള്ള സംഭവം ഉണ്ണികൃഷ്ണ താങ്കളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് എന്നാ പിന്നെ ജീവിതം തിരിച്ചു കിട്ടുക? അപ്പോൾ ഇത് പ്രത്യേകിച്ച് പോലീസ് നിരീക്ഷണത്തിലുള്ള ഒരാളായിരുന്നു. നമുക്ക് കഞ്ചാവും അതേപോലുള്ള ലഹരി വസ്തുക്കളും വാങ്ങി ഉപയോഗിക്കാൻ ഒരുപാട് സാഹചര്യം കേരളത്തിലുണ്ട്. ചിലതൊക്കെ നമ്മൾ ടൂറിസത്തിൻ്റെയൊക്കെ പേരിൽ നമ്മൾ അവഗണിക്കുകയാണ്. നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. പച്ചമാംസത്തിൽ കത്തി കയറ്റാൻ തയ്യാറുള്ള ആളുകളായി നമ്മുടെ ചെറുപ്പക്കാർക്ക് രൂപപരിണാമം വരാൻ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗപ്പെടുന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ നടുക്കുന്ന സംഭവമാണ്. എന്തായാലും ഈ സംഭവം, ഈ എറണാകുളത്തുണ്ടായ ഈ ചേന്ദമംഗലത്തെ സംഭവം തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് തുറപ്പിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു ആരോഗ്യമുള്ള തലമുറ ഉണ്ടാക്കുന്നതിന് പകരം
ഒരു തനി ഭ്രാന്ത് പിടിച്ച ഒരു തലമുറയെ ഉണ്ടാക്കാൻ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചില ആളുകൾക്ക് ഏതോ ലാറ്റിൻ അമേരിക്കയിലെ ഒരു രാജ്യത്ത് ഈ കഞ്ചാവ് നിയമപരമാക്കിയിട്ടുണ്ട്. അവിടെ കഞ്ചാവ് ചെടികളൊക്കെ വളർത്താം. അത് പറഞ്ഞാണ് നമ്മുടെ ചെറുപ്പക്കാർ വളരെ നിശ്ചിതമായ ബുദ്ധിവൈഭവം ഉണ്ടാകാൻ ഈ കഞ്ചാവ് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സിനിമാ രംഗത്തൊക്കെ ചെറിയ ആളുകളുണ്ട്. അവരുടെ അഭിനയ സാധ്യത മുഴുവൻ പുറത്തെടുക്കണമെങ്കിൽ, അവരുടെ ഭരിതബോധം മുഴുവൻ ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കണമെങ്കിൽ കഞ്ചാവ് ഒരു ഉഗ്ര സാധനമാണെന്ന് ഒരിക്കലും എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്ന് ഞാൻ പറയുകയാണ്. കഞ്ചാവ് ഒരിക്കലും അങ്ങനൊരു സംഭവമല്ല. നിങ്ങൾ വിവരമുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചു നോക്കൂ. മാത്രമല്ല ഒരു അപകടം കൂടി ഉണ്ടാകുമെന്ന കാര്യം കൂടി ഞാൻ വെളിപ്പെടുത്തട്ടെ. കഞ്ചാവ് നിരന്തരം ഉപയോഗിക്കുന്ന ഒരാളിന് അദ്ദേഹത്തിന് എന്തെങ്കിലും രോഗം വന്ന് ചികിത്സിക്കാൻ പോയാൽ ഈ മരുന്നൊന്നും ഏക്കാതെ വരും. അകാലത്തിലെ ക്രിയ കൂടാനുള്ള അവസരം ഉണ്ടായി കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യങ്ങളാണ്. ആൾക്കാർ ഷാർപ്പായിട്ടുള്ള ബുദ്ധി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ശാസ്ത്രബോധമുള്ള ആളുകളും വിശ്വസിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.